കോലാലംപൂരിലെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തത് ബാട്ടു കേസിൽ നിന്നാണ്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മുരുകൻ സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. ഇതൊരു നോർമൽ കേവ് അല്ല, ലൈം സ്റ്റോണിൻ്റെ കേവാണ് ഇവിടെ ഉള്ളത്. 272 സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിൽ എത്തിയാൽ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച അതൊരു ഒന്നൊന്നര വ്യൂ ആണ്. ഒരു മഞ്ഞുമൽ ബോയ്സ് എഫക്റ്റ് ഉണ്ടായിരുന്നു ആ കേവിന്. ഈ ഒരു കേവിനകത്ത് 1-2 അമ്പലങ്ങൾ കൂടെ ഉണ്ട്. എത്ര കണ്ടിട്ടും മതിയാവാത്തത് കൊണ്ട് കുറച്ചധികം നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. രാവിലെ കുറച്ച് നേരത്തെ വന്നാൽ തിരക്കില്ലാതെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴേക്കും ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ബാട്ടു കേവ്സിൽ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗെൻഡിങ് ഹൈലൻഡ്സിലേക്കാണ് പോയത്. ഇതൊരു ഹിൽ സ്റ്റേഷനാണ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ പീക്ക് ഓഫ് മൗണ്ട് ഉലൂക്കാലി. ഇവിടുത്തെ കൂൾ ക്ലൈമറ്റും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെയ്യുന്ന മഴയും ബ്രെത്ത് ടേക്കിംഗ് വ്യൂസും മാത്രമല്ല, വേൾഡ് ക്ലാസ് എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസും ലക്ഷറി ഷോപ്പിംഗ് മോൾസും റിസോർട്ട്സും എല്ലാം കാരണം കോലാലംപൂർ വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഗെൻഡിങ് ഹൈലൻഡ്സ് മാറുന്നു. കേബിൾ കാറിലൂടെയുള്ള ഈ യാത്ര ബോത്ത് മൗണ്ടെയിൻ ലൈഫ് ആൻഡ് ലക്ഷറി ലൈഫിൻ്റെ ഒരു മിക്സ്ചർ ആയിട്ടാണ് ഗെൻഡിങ് ഹൈലൻഡ്സിനെ വിശേഷിപ്പിക്കാൻ പറ്റുക. നമ്മൾ കേബിൾ കാറിലൂടെ വരുമ്പോൾ ചിൻസ്വി കേവ് ടെമ്പിൾ എന്നൊരു ടെമ്പിൾ കാണാൻ പറ്റും. ഗെൻഡിങ് ഹൈലൻഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ കേബിൾ കാറിലൂടെ തന്നെ ഈ ടെമ്പിളിലേക്ക് പോകാൻ പറ്റും. ഇതൊരു ചൈനീസ് ടെമ്പിൾ ആണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കുറേ നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പവിലിയൻ മോളിലേക്കാണ് പോയത്. കോലാലംപൂരിലെ വൺ ഓഫ് ദ ലക്ഷറി മോൾസിലൊന്നാണ് ഈ പവിലിയൻ മോൾ. അവിടുത്തെ ഷോപ്സൊക്കെ കണ്ട് അന്തം വിട്ട് അവസാനം ഞങ്ങൾ ബുക്കിറ്റ് ബിൻടാൻ സ്ട്രീറ്റിലൂടെ കുറേ നടന്നു. കുറേ ലോക്കൽ ഫുഡൊക്കെ കഴിച്ച് അവസാനം ഹോട്ടലിലേക്ക് തിരിച്ചു. രാത്രി ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിൽ പോയാൽ കാണുന്നൊരു വ്യൂ ഉണ്ട്. ദാറ്റ് വാസ് വേറെ ലെവൽ. KL ടവറിൻ്റെയും ട്വിൻ ടവറിൻ്റെയും മുകളിലൊക്കെ കാശ് കൊടുത്ത് കയറേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലുള്ള ഹോട്ടലുകളെടുത്താൽ. കോലാലംപൂർ സിറ്റിയുടെ നൈറ്റ് വ്യൂ മതിയാവോളം ആസ്വദിക്കാം നമുക്ക് ഇവിടുന്ന്. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആക്ച്വലി ഞങ്ങൾ മൊത്തം ഫുഡ് എക്സ്പ്ലോറിംഗ് ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്കിലും 3-ാമത്തെ ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജലനലോർ, ബുക്കിറ്റ് ബിൻടാങ് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കുറേ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് മലേഷ്യൻ ക്വിസീൻസ്, തായ് ക്വിസീൻസ്, അതുപോലെ കൊറിയൻ ക്വിസീൻസ് ഒക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കോലാലംപൂർ വ്ളോഗ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. താങ്ക് യു.